കഴിഞ്ഞ ഒന്നാമത്തെ ലോക്ക്ഡൗൺ മുതൽ ഒരുപാട് ചാനലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും യൂട്യൂബിലേക്ക് വരാനുള്ള എല്ലാവരുടെയും റീസണ് പെട്ടെന്ന് ചാനൽ ഗ്രോ ചെയ്യുക, അതിൽ നിന്നൊരു റവന്യൂ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ പലപ്പോഴും പല ആളുകൾക്കും നടക്കുന്നില്ല. ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടിട്ട് ഡെയിലി വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ റിസൾട്ട് കിട്ടുന്നില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഡെയിലി വരുന്ന മെസ്സേജാണ് ഈ കാര്യങ്ങളല്ലേ. പക്ഷേ ഒന്നാമത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്തത് മുതൽ ഇതുവരെ വാട്സപ്പ് ഷെയർ ചെയ്യാതെ ആളുകളുണ്ട്, എന്നിട്ടൊന്നും റിസൾട്ട് കിട്ടുന്നില്ല, സബ്സ്ക്രൈബേഴ്സിന് കിട്ടുന്നില്ല, വാച്ച് ടൈം കിട്ടുന്നില്ല. ഇതാണ് എല്ലാവരുടെയും പ്രധാന പ്രശ്നം. പക്ഷേ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഒരു 18 പോയിന്റുകളാണ്. ഈ 18 പോയിന്റുകൾ കൃത്യമായിട്ട് കേട്ടിട്ട് അത് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ 18 പോയിന്റ് ഞാൻ പറയുന്ന ഒരു 18 എണ്ണോ എന്ന് നിങ്ങൾ അതിശയപ്പെടേണ്ട ആവശ്യമില്ല. ഈ 18 എണ്ണവും നിങ്ങളുടെ ചാനൽ വളരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു റിസ്ക് എടുത്തിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്ത് തരാൻ പോകുന്നത്. ഈ 18 കണ്ടന്റുകൾ, ഈ 18 പോയിന്റുകൾ കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്താലേ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളത്. നമ്മുടെ ഈ ഒരു ചാനലിലൂടെ യൂട്യൂബ് റിലേറ്റ് ചെയ്തുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഡിസ്കസ് ചെയ്ത് വരാറുള്ളത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ വളർന്ന് സൂപ്പർബായി മാറാനുള്ള എല്ലാ ടൈപ്പ് ഓഫ് ടിപ്സും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനി എന്തെങ്കിലും സർവീസസ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ നേരെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ എല്ലാത്തിനും പ്രോപ്പറായിട്ട് റീപ്ലൈകളും കാര്യങ്ങളും ഞാൻ തരാറുണ്ട്. എന്തായാലും നിങ്ങളെ ഉഷാറാക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഈ 17 പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓരോ പോയിന്റ് വൈസ് പോയിന്റ് ആയിട്ട് ഞാൻ പറയാം. പുതിയതായിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചാനൽ സെറ്റിങ്സ് ആണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ചാനലിൻ്റെ സെറ്റിങ്സുകൾ. ചാനൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ നല്ല രൂപത്തിൽ ക്രിയേറ്റ് ചെയ്യുക. ആദ്യം നമുക്കൊരു ഇമെയിൽ ഐ ഡി വേണം. ഈ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നമ്മളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ചാനലിന് നെയിമാണ് ഒന്നാമത്തെ കാര്യം. ഈ ഒന്നാമത്തെ കാര്യം നമ്മൾ ചാനൽ നെയിം സെറ്റ് ചെയ്ത് നല്ലൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഒന്നാമത്തെ കാര്യം അതാണ്. ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തവരായിരിക്കും പല ആളുകളും ഈ വീഡിയോ കാണുന്നുണ്ടാവുക. രണ്ടാമത്തെ കാര്യത്തിലേക്ക് നേരെ നീങ്ങാം. ചാനൽ കസ്റ്റമൈസേഷൻ. ചാനൽ കസ്റ്റമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾ നമ്മളുടെ ചാനൽ ഓപ്പൺ ചെയ്ത് കണ്ടാൽ ആ ആളുകൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. അതിനെന്താവണം, ചാനൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് തന്നെ നല്ലൊരു കവർ ഇമേജ് വേണം. തൊട്ടടിയിൽ പ്രൊഫൈൽ പിക്ക് നല്ല അടിപൊളിയായിരിക്കണം. അതേപോലെ തന്നെ ട്രെയിലർ വീഡിയോ ആണെങ്കിലും ഫീച്ചേർഡ് വീഡിയോസ് ആണെങ്കിലും അതിൻ്റെ പോപ്പുലർ അപ്ലോഡ്സ് ആണെങ്കിലും താഴേക്ക് ഓരോ സെക്ഷൻസും നല്ല സൂപ്പർബാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓഡിയൻസ് എന്തായാലും ഇത് അടിപൊളി ചാനലാണ് കേട്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എന്നുള്ള ലക്ഷ്യത്തിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യും. ഈ ഒരു കാര്യം രണ്ടാമത് ചാനൽ കസ്റ്റമൈസേഷൻ എന്നുള്ള സെക്ഷൻ. ഈ ചാനൽ കസ്റ്റമൈസേഷൻ സൂപ്പർബായിട്ട് ചെയ്തിരിക്കണം. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ്. പ്രൊഫൈൽ പിക്ചർ ഇത്രമാത്രം ശ്രദ്ധിക്കാനുണ്ടോ ഇല്ലേ എന്നുള്ളത് ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഈ പ്രൊഫൈൽ പിക്ചറിൽ ഒരു പ്രധാന ഘടകമുണ്ട്. നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ പിക്ചറിൽ ഒരു വലിയൊരു ഘടകം തന്നെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരം ഏതെങ്കിലും വീഡിയോസുകളൊക്കെ നന്നായിട്ട് റെക്കമെൻഡേഷനിലേക്ക് പോകും. ഈ ഒരു പോകുന്ന സമയത്ത് ഓഡിയൻസ് നമ്മളെ വീഡിയോ കാണുമ്പോൾ തൊട്ടടിയിലായിട്ട് ചാനലിൻ്റെ നെയിമും പ്രൊഫൈൽ പിക്ചറുമാണ് ആളുകൾ കാണുക. അപ്പോൾ ചാനൽ ആളുകൾ ഓപ്പൺ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അത് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഫൈൽ പിക്ചർ കാണണം. ഞാൻ എൻ്റെ ഈ ഒരു ഫേസും എല്ലാ ബോഡിയും എല്ലാം കൂടെ ഒരു ഫോട്ടോ ഞാൻ അവിടെ പ്രൊഫൈൽ പിക്ചറായിട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചാൽ ഓഡിയൻസ് അതിൽ താല്പര്യം കാണിക്കില്ല. ഓഡിയൻസിന് ചിലപ്പോൾ ഫേസ് ആയിരിക്കും പെട്ടെന്ന് ക്യാച്ചബിൾ ആവേണ്ടത്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് എൻ്റെ പ്രൊഫൈൽ പിക്ചർ ചെക്ക് ചെയ്താൽ നിങ്ങൾ മനസ്സിലാവുന്നതാണ്. അതുപോലെ ഒരു സൂം ഇൻ ആയിട്ട്, അതായത് ഫേസ് ഈ ഒരു ലെവലിൽ കൊടുത്തിട്ട് അത് മാത്രം നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇനി നാലാമത്തെ കേസ് എന്താണെന്നുള്ളത് നോക്കാം. നാലാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചാനലിൽ കവർ ഇമേജ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചാനൽ കവർ ഇമേജ് സെറ്റ് ചെയ്യുന്ന നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ചാനൽ ഒരാൾ ഓപ്പൺ ചെയ്ത് വന്ന് കഴിഞ്ഞാൽ ഈ ചാനലിൽ എന്തൊക്കെയാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് ചെയ്യണം. കറക്റ്റായിട്ട് അവിടെ ഡിസ്പ്ലേ ഔട്ട് ആവുന്ന രൂപത്തിൽ നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഓഡിയൻസ് അത് കണ്ടിട്ട് ചാനൽ സൂപ്പർബാണെന്ന് മനസ്സിലാക്കും. നമ്മൾ വേറൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചാനൽ കസ്റ്റമൈസേഷൻ. ഈ ചാനൽ കസ്റ്റമൈസേഷനിൽ ഓഡിയൻസ് നോക്കുന്നത് എന്താണ്, ചാനൽ ഇൻ്റർഫേസ് ഓക്കെ ആണോ എന്നുള്ള. ഈ ഇൻ്റർഫേസിൻ്റെ ഒരു ഭാഗമാണ് ചാനൽ കവർ ഇമേജ് സെറ്റ് ചെയ്യുന്നത്. ഈ കവർ ഇമേജ് ഇതുപോലെ സൂപ്പർബായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അഞ്ചാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ എപ്പോഴും സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കണം. ഒരുപാട് ഹാക്കേഴ്സ് നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഹാക്കേഴ്സ് നോക്കുന്നത് 1 lakh അബോവുള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ മാത്രമൊന്നുമല്ല, താഴേക്ക് 1000ഉം 2000ഉം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകൾ വരെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഹാക്കിങ് നടക്കുന്നതുകൊണ്ട് ചാനൽ ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കണം. ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് ആക്കേണ്ടത് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ആ രൂപത്തിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ ചാനൽ ബ്രാൻഡ് അക്കൗണ്ടിലേക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുകയാണ്. ഇനി എന്തെങ്കിലും അത് റിലേറ്റ് ചെയ്ത് ഹെൽപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ അതിന് കറക്റ്റായിട്ട് റീപ്ലൈ തരുന്നതാണ്. ഇനി ആറാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ്
ചെയ്യുന്ന വീഡിയോസുകൾ തംബ്നെയിൽ സൂപ്പർബ് ആവണം. ഈ സൂപ്പർബ് ആവുക മീൻസ് നിങ്ങൾ എൻ്റെ വീഡിയോസിൻ്റെ തംബ്നെയിൽ സെക്ഷൻ നോക്കുക. ഓരോ വീഡിയോസിൻ്റെയും തംബ്നെയിൽ കണ്ട ഓഡിയൻസ് ക്ലിക്ക് ചെയ്യും. ആ ഒരു ലെവലിലേക്ക് നമ്മളുടെ ഓഡിയൻസ് എന്താണോ, ഇപ്പോൾ ഞാൻ യൂട്യൂബ് ടിപ്സ് പറയുന്നത് കൊണ്ടാണ് എൻ്റെ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഞാൻ തംബ്നെയിൽ ഡിസൈൻ ചെയ്യുന്നതോ അതിൻ്റെ കണ്ടന്റ് സെറ്റ് ചെയ്യുന്നതോ. അതേപോലെ നിങ്ങളുടെ ചാനൽ എന്തായാലും, നിങ്ങളൊരു കുക്കിംഗ് ചാനലാണ്, ഇനി അതല്ല വ്ളോഗാണ്, ഇനി അതല്ല നിങ്ങളൊരു ട്രാവലിംഗ് വ്ളോഗാണ്, ഇനി എന്തെങ്കിലും എഡ്യൂക്കേഷണൽ പർപ്പസസ് ആണ്, എന്താണെങ്കിലും അതിൽ വരുന്ന ഓഡിയൻസ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യണം. ഏത് ഓഡിയൻസ് ആണ് വരുന്നത്, ഇത്ര ഏജ് കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കളേഴ്സ് ഏതായിരിക്കും, ആ കളേഴ്സിനനുസരിച്ചുള്ളതായിരിക്കണം നമ്മുടെ ഡിസൈന്. അതേപോലെ കണ്ടന്റ് അവർ എങ്ങനത്തതായിരിക്കും താല്പര്യപ്പെടുന്നുണ്ടാവുക അത് നമ്മൾ നോക്കണം. നമ്മൾ ഓഡിയൻസ് ഏതാണ്, ഏജ്, അതുപോലെ ജെൻഡർ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അനലിറ്റിക്സിൽ നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അത് നോക്കിയിട്ട് നമ്മൾ ആ രൂപത്തിലായിരിക്കണം നമ്മളുടെ ഓഡിയൻസിനെ സെറ്റ് ചെയ്യുന്ന രൂപത്തിൽ അടിപൊളിയായിട്ടുള്ള തംബ്നെയിലുകൾ ഡിസൈൻ ചെയ്യുക. ഏഴാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോൻ്റെ പ്രസൻറ്റേഷൻ സ്ട്രാറ്റജീസ് ഓരോന്നും 1 by 1 ആയിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. നമ്മൾ ഒന്നാമത്തെ വീഡിയോ ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാം തകിന്നിട്ട് അടിപൊളിയായി വരുമെന്നൊന്നുമില്ല. നിങ്ങൾ എൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ ഒന്നാമത്തെ വീഡിയോ കാണാം, നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അതിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഞാനും ഇപ്പോൾ ഞാൻ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്ന ഞാനും തമ്മിലുള്ള മാറ്റങ്ങൾ. നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന നേരം നമ്മളുടെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രസൻറ്റേഷൻ ഉഷാറാക്കണം. പ്രസൻറ്റേഷനിൽ ഉഷാറാവണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഈ 18 ടിപ്സുകൾ അടങ്ങിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പാക്കേജ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെ ചെയ്തു തരുന്നുണ്ട്. അതിന് വേണമെന്നുണ്ടെങ്കിൽ താഴെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തൊക്കെയാണ് അതിൽ വരുന്നത് എന്നുള്ളത്, നിങ്ങളുടെ ചാനൽ സൂപ്പർബാക്കി മാറ്റാനുള്ളത് എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്തു തരുന്നതാണ്. ഇനി 8ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ സെക്ഷനിലാണ്. നേരത്തെ 7ാമത്തെ പോയിന്റിൽ ഞാൻ പറഞ്ഞതുപോലെ വീഡിയോ പ്രസൻറ്റേഷൻ സൂപ്പർബാക്കണം. പ്രസൻറ്റേഷൻ സൂപ്പർബാവാൻ ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയാൽ ഒരു കാര്യവും കിട്ടില്ല. നമ്മൾ എനർജറ്റിക് ആയിട്ട് നന്നായിട്ട് സൂപ്പർബായിട്ട് പ്രസൻറ്റ് ചെയ്താൽ നിങ്ങളുടെ ചാനൽ സൂപ്പറായിട്ട് കയറും. കാരണം നിങ്ങൾ ഓഡിയൻസ് വാച്ച് ചെയ്യുന്ന സമയത്ത് ഓഡിയൻസിനൊരു താല്പര്യം ഉണ്ടാവും. ഇത് കൊള്ളാമല്ലോ, പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് പറഞ്ഞു തരുന്നുണ്ടല്ലോ, ഞാനിങ്ങനെ പാവമായിട്ട് പറഞ്ഞാൽ ഒരാളും കേൾക്കാൻ നിൽക്കില്ല. അതുകൊണ്ട് നല്ല എനർജറ്റിക് ആയിട്ട് ശബ്ദം എടുത്തുകൊണ്ട് നന്നായിട്ട് സംസാരിക്കുക. അങ്ങനെ സംസാരിച്ചാൽ ഓഡിയൻസ് നമ്മളെ വെയിറ്റ് ചെയ്ത് വാച്ച് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ എഡിറ്റിങ്ങിലും മികവ് കാണിക്കണം. എഡിറ്റിങ്ങിൽ മികവ് കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രസൻറ്റേഷന് കൊടുക്കുന്ന നേരം ആ പ്രസൻറ്റേഷൻ നല്ല എനർജറ്റിക് ആയിട്ട് കൊടുത്തു. എഡിറ്റിങ്ങിൽ ഒരാൾ വീഡിയോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ കണ്ടിട്ട് കൊള്ളാല, പുള്ളിക്കാരൻ്റെ വീഡിയോസ് അടിപൊളിയാണ് കേട്ടോ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് വരണം. അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, നല്ല സൂപ്പർ എഡിറ്റിംഗ് വരണം. ഫസ്റ്റ് തന്നെ നമ്മൾ കൊടുക്കേണ്ട പോയിന്റ്, ആദ്യത്തെ 1 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു ക്രൂഷ്യൽ പോയിന്റാണ്. ആ ഒരു ഏരിയയിൽ നല്ല അടിപൊളിയായിട്ട് നല്ല കണ്ടന്റുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓഡിയൻസ് എന്തായാലും വാച്ച് ചെയ്തു പോകും എന്നുള്ളത് ഷുവറാണ്. അങ്ങനത്തെ കണ്ടന്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്താലേ റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ മറ്റൊരു വിഷയം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ വീഡിയോ ഇത്രയും പോയിന്റ് പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഈ ഒരു ഫീഡ്ബാക്കുകൾ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി കമൻറ്റ് നിങ്ങൾ ഫീഡ്ബാക്ക് ആയിട്ട് രേഖപ്പെടുത്തുക. നല്ല കമൻറ്റ് ഏതാണോ വരുന്നത് ആ കമൻറ്റ് ഞാൻ തീർച്ചയായിട്ടും പിൻ ചെയ്ത് വെക്കുന്നതാണ്. ഈ പിൻ ചെയ്ത് വെക്കുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഓഡിയൻസ് എല്ലാവരും അത് വന്ന് വാച്ച് ചെയ്ത് പോകും, ആ ചാനൽ എന്താണെന്നുള്ളതൊന്ന് നോക്കി പോകും. അതുകൊണ്ട് നിങ്ങൾ നല്ല ഫീഡ്ബാക്ക് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ സൂപ്പറായി എന്നൊന്നും ആരും പറഞ്ഞു വരണ്ട. ഞാൻ ഈ പറഞ്ഞു തരുന്ന ഓരോ പോയിന്റുകളിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്തും നിങ്ങൾ നല്ല ഫീഡ്ബാക്ക് ആയിട്ട് രേഖപ്പെടുത്തുക. നെഗറ്റീവ് ഞാൻ പിൻ ചെയ്യില്ല എന്നൊന്നുമില്ല. എന്താണോ നല്ല ഫീഡ്ബാക്ക് ആ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും ഞാൻ പിൻ ചെയ്ത് വെക്കും. അതിലൂടെ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. ഇനി നേരെ അടുത്ത പോയിന്റിലേക്ക് പോകാം. 9ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചാനലിൽ SEO വേണം എന്നുള്ള. SEO മീൻസ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഒപ്റ്റിമൈസേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം ഈ വീഡിയോ എന്ത് ടൈപ്പ് ഓഫ് വീഡിയോ ആണ്, ഇതെങ്ങനെയാണ് ആളുകൾ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ളത്, അതിന് എന്ത് ചെയ്യണം. ആ ഒരു ലെവലിൽ ഓഡിയൻസ് ആരും മലയാളത്തിൽ പോയിട്ട് യൂട്യൂബ് സെർച്ച് ചെയ്യില്ല എന്താണ് വീഡിയോ എന്നുള്ളത്. പക്ഷേ ഓഡിയൻസ് സെർച്ച് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിലാണ്, മലയാളത്തിൽ ഒരാളും സെർച്ച് ചെയ്യില്ല. അപ്പോൾ ഇംഗ്ലീഷിലുള്ള നല്ലൊരു ടൈറ്റിൽ നമ്മൾ ടൈറ്റിലായിട്ട് കൊടുക്കണം. അതാണ് ഒരു SEOൻ്റെ ഒരു ഘടകം. രണ്ടാമത്തെ പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ വരുന്നതാണ്, ടാഗിൽ വരുന്നതാണ്. ഈ സെക്ഷൻസ് ഒക്കെ ഞാൻ ഓരോ പോയിന്റ് ആയിട്ട് പറയാം. അതുകൊണ്ട് തന്നെ ചാനലിൻ്റെ SEO നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. ചാനലിലെ കീവേഡ് സെറ്റിംഗ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ചാനൽ കീവേഡ് സെറ്റ് ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾ
SEO സെറ്റ് ചെയ്യേണ്ടത്. ഈ കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി നേരെ അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. 10ാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോൻ്റെ ടൈറ്റിൽ നേരത്തെ SEO പറഞ്ഞതുപോലെ SEOക്ക് പറ്റിയ രൂപത്തിലുള്ള ടൈറ്റിലായിരിക്കണം. ടൈറ്റിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവസാന ഭാഗത്ത് ഒരു ടൈറ്റിൽ എന്താണ് വീഡിയോ എന്നുള്ളത്. ഇപ്പോൾ യൂട്യൂബിൽ എങ്ങനെ വളരാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അവസാന ഭാഗത്തായിട്ട് ഉനൈസ് മുഹമ്മദ് എന്ന് കൊടുക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസിനും ഉനൈസ് മുഹമ്മദ് എന്നുള്ളത് എൻ്റെ ചാനലിൻ്റെ നെയിമാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഓഡിയൻസ് സെർച്ച് ചെയ്യുന്ന സമയത്ത് അവരിലേക്ക് പെട്ടെന്ന് കിട്ടണം. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും വൈറലാവുന്നത്. അതിന് കൂടെ ബാക്കി വീഡിയോസും കൂടെ വൈറലാവണം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ടൈറ്റിലിൽ കൂടെ നമ്മൾ സെറ്റിങ്സ് സെറ്റ് ചെയ്ത് വെക്കുക. ടൈറ്റിലിൻ്റെ ഓരോ ഏരിയാസും എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ഒരു പോയിന്റ് 11ാമത്തെ പോയിന്റാണ് നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഡിസ്ക്രിപ്ഷനിൽ എങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് ഒന്നാമത്തെ ഒരു ഏരിയ കൊടുക്കുക. രണ്ടാമത് പറഞ്ഞാൽ ടേബിൾ ഓഫ് കണ്ടന്റ്സ് കൊടുക്കുക. ടേബിൾ ഓഫ് കണ്ടന്റ്സ് മീൻസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഓരോ പോയിന്റുകളും ടേബിൾ ഓഫ് കണ്ടന്റ്സ് ആക്കി സെറ്റ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തതൊന്ന് സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനലിൽ കൂടെ എന്തൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൊടുക്കുക. പിന്നെ #ടാഗ് കൊടുക്കണം. പിന്നെ കീവേഡ്സ് സെറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ എന്തൊക്കെ ക്വയറീസ് ആണ് സോൾവ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ ഏരിയാസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതും കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. ഇനി അടുത്ത 12ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോസിൻ്റെ ടാഗ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വീഡിയോസിൻ്റെ ടാഗ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഒരു യൂട്യൂബ് ടിപ്സ് പറയുന്ന ചാനലിൽ എനിക്ക് തോന്നുകയാണ് ഈ വീഡിയോക്ക് ഞാൻ കൊടുക്കേണ്ട ടാഗുകളൊന്നും ഇതല്ല, നേരെ കുക്കറി ചാനലിൻ്റെ ടാഗ് കൊണ്ടുവന്നിട്ടും അതുകൊണ്ട് ഒരു റിസൾട്ടും കിട്ടില്ല. ചില ആളുകൾ പലപ്പോഴായിട്ട് മിസ്റ്റേക്ക് പറ്റുന്നൊരു കാര്യമാണ് ഇങ്ങനെ ഏതെങ്കിലും വേറെ ചാനലുകൾ നോക്കിയിട്ട് ആ ചാനലിൻ്റെ പേര് കൊണ്ടുവന്ന് ഇവിടെ ടാഗായിട്ട് കൊടുക്കുക. അതിൽ റിസൾട്ട് കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ടാഗ് കൊടുക്കുന്നേരം ഇപ്പോൾ കുക്കിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടാഗ് ഞാൻ യൂട്യൂബ് ടിപ്സിൻ്റെ ചാനലിൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഓഡിയൻസിന് പോകുന്ന സമയത്ത് ഓഡിയൻസ് ഒരാളും ക്ലിക്ക് ചെയ്യില്ല. അതുകൊണ്ട് യൂട്യൂബ് മനസ്സിലാക്കും ഈ ഒരു വീഡിയോക്ക് കാര്യമായിട്ട് എഫക്റ്റ് ഇല്ല, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകളൊന്നും അല്ല, അതുകൊണ്ട് തന്നെ അത് ഡൗൺ ആയി പോവുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു പ്രധാന ഘടകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. 13ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ള. ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ സെറ്റ് ചെയ്യുന്നത് നമ്മൾ ചാനലിൽ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ പറയുന്നത് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. ചാനൽ ഡിസ്ക്രിപ്ഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം. ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഓഡിയൻസ് വരുന്ന സമയത്ത് ആളുകൾക്ക് മനസ്സിലാവും ഈ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ് എന്നുള്ളത് മനസ്സിലായിട്ട് ഓട്ടോമാറ്റിക്കലി അവർ നമ്മളെ സബ്സ്ക്രൈബറായിട്ട് മാറും. ഇതിലൂടെ തന്നെ ചാനൽ നല്ല ഗ്രോത്ത് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് നല്ല ഒരു ഡിസ്ക്രിപ്ഷൻ സെറ്റ് ചെയ്യാന്നുള്ള. ഡിസ്ക്രിപ്ഷൻ്റെ ലാംഗ്വേജ് മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും കുഴപ്പമില്ല, പക്ഷേ നല്ല സൂപ്പർബ് ആയിരിക്കണം. അല്ലാതെ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തിരിച്ചങ്ങോട്ടും ചെയ്യാം എന്നുള്ള പരിപാടികളൊന്നും നിൽക്കരുത്. നേരെ നമ്മളുടെ കറക്റ്റായിട്ട് എന്താണോ ചാനൽ ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊഫഷണൽ ഫീൽ വരണം ഒരാൾ ചാനൽ ഓപ്പൺ ചെയ്യുന്നതിനും. ആ ഒരു ലെവലിലേക്കുള്ള ചാനൽ സെറ്റിങ്സ് ആയിരിക്കണം അത് ചെയ്യേണ്ടത്. പിന്നെ ചാനലിൻ്റെ മെറ്റാഡാറ്റ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത 14ാമത്തെ പോയിന്റ്. ഈ മെറ്റാഡാറ്റ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് പോയിന്റുകളുണ്ട്. ഈ ഓരോ പോയിന്റുകൾ വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. അതായത് നിങ്ങൾ ഓരോന്നിനും ടൈറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുണ്ട്, കീവേഡ് സെറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്, #ടാഗ് സെറ്റിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ വൈസ് ആയിട്ട് മെറ്റാഡാറ്റ സെറ്റ് ചെയ്യണം. മെറ്റാഡാറ്റ കറക്റ്റായിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മിസ്ലീഡിങ് കണ്ടന്റ് എന്നുള്ള ലെവലിൽ മോണിറ്റൈസേഷൻ കട്ടാവാൻ വരെ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ശ്രദ്ധിച്ചായിരിക്കണം മെറ്റാഡാറ്റ സെറ്റ് ചെയ്യേണ്ടത്. 15ാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സർവീസിൽ വരുന്ന കുറച്ച് പോയിന്റുകളാണ്. അത് ഞാൻ പറഞ്ഞു തരാം. 15ാമത്തെ പോയിന്റ്, നിങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് ഓഡിയൻസ് ഡെവലപ്മെൻറ്റ് വേണം. ഓഡിയൻസ് ഡെവലപ്മെൻറ്റ് വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നല്ല ഓഡിയൻസിനെ കണ്ടെത്താൻ നിങ്ങളുടെ ചാനലിൻ്റെ അനലിറ്റിക്സ് ചെക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓഡിയൻസ് ഏത് ടൈപ്പ് ഓഫ് ചാനൽ വരുന്ന ആളുകളാണ്, ഏത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരാണ് നമ്മളെ ഓഡിയൻസ് ആയിട്ട് വരുന്നത്, അവർ എന്ത് കണ്ടന്റാണ് ചെയ്യുന്നത് നോക്കുക. അതുപോലെ തന്നെ നമ്മളുടെ കണ്ടന്റുകളും ആ ഒരു ടേസ്റ്റിലേക്ക് മാറ്റുക. അല്ലാതെ ആ സെയിം കണ്ടന്റ് ആക്കുക എന്നുള്ളതല്ല, ആ ഒരു ടേസ്റ്റിലേക്ക് നമ്മൾ മാറ്റുക. ആ ഒരു പ്രസൻറ്റേഷൻ സ്ട്രാറ്റജി ആക്കാം, ഇനി അതല്ല എഡിറ്റിംഗ് സ്ട്രാറ്റജി ആക്കാം. അങ്ങനെ നമ്മൾ ഓഡിയൻസ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണം. പിന്നെ 16ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ചാനലിൽ കമ്മ്യൂണിറ്റി മാനേജ്മെൻ്റ് ആണ്. കമ്മ്യൂണിറ്റി മാനേജ്മെൻറ്റിൽ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കമ്മ്യൂണിറ്റി ടാബ് ഉണ്ടെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞുള്ള വ്യക്തിയാണെങ്കിൽ കമ്മ്യൂണിറ്റി ടാബ് അവൈലബിൾ ആയിരിക്കും. ഈ കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ റെഗുലറായിട്ട് നമ്മളെ ഓഡിയൻസുമായിട്ട് സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഇൻട്രാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഒന്നെങ്കിൽ നമ്മുടെ ഓൾഡ് വീഡിയോസുകൾ തന്നെ നമുക്ക് കമ്മ്യൂണിറ്റി ടാബിൽ ഇടാം. എങ്ങനെ കമ്മ്യൂണിറ്റി ടാബ് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള സ്ക്രീൻ റെക്കോർഡ്സ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് റിസൾട്ട് കിട്ടും. കമ്മ്യൂണിറ്റി ടാബിൽ നല്ല പോളുകൾ ഇടുക, അല്ലെങ്കിൽ നല്ല ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ചോദിക്കുക, ഓഡിയൻസുമായിട്ടുള്ള
അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇങ്ങനെ നല്ല കമ്മ്യൂണിറ്റി ടാബ് മെയിൻറ്റെയിൻ ചെയ്യുക. 10ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഓരോ വീഡിയോസിൻ്റെയും കാറ്റഗറീസ് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. എന്താണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസ്, ആ വീഡിയോസിനനുസരിച്ചുള്ള കാറ്റഗറി കൊടുക്കണം. അതിനനുസരിച്ചാണ് റെക്കമെൻഡേഷൻ കിട്ടുക. അതല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അതിനെ കൊണ്ടുപോയിട്ട് വേറൊരു കാറ്റഗറി കൊണ്ടുപോയിട്ടാൽ ഒരു റിസൾട്ടും കിട്ടില്ല. അതുകൊണ്ട് കാറ്റഗറി പ്രോപ്പറായിട്ട് ചെയ്യുക. എങ്ങനെയാണെന്നുള്ളത് വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വലിച്ചു നീട്ടാതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത്. ആ രൂപതകൾ നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നിങ്ങൾ റിസൾട്ട് കിട്ടുന്നതാണ്. ഇനി 18ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് ടൈറ്റിൽസ് കൊടുക്കുക എന്നുള്ളത്. ഈ സബ് ടൈറ്റിൽ എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? സബ് ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോസ് ചെയ്യുന്നത് മലയാളത്തിലായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഓഡിയൻസ് ചിലപ്പോൾ ഇംഗ്ലീഷിൽ വരുന്ന ആളുകളുണ്ടാവും. അവർക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ സബ് ടൈറ്റിൽസ് വേണം. ഇംഗ്ലീഷിൽ സബ് ടൈറ്റിൽസ് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ്. ഇനി നമ്മളുടെ ഈ ഒരു പാക്കേജിൽ എക്സ്ട്രാ ആയിട്ട് വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസത്തേക്കായിരിക്കും ഈ പാക്കേജ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഈ ഒരു പാക്കേജ് ഈ ഒരു പറഞ്ഞിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സുകളും നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും. അതിന് പുറമെ ഒരു മാസത്തിൽ 4 വീഡിയോസിൻ്റെ തംബ്നെയിലുകൾ, ഞാൻ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റുകളും മുമ്പ് പറഞ്ഞ ഓരോ പോയിന്റുകൾ അടിസ്ഥാനത്തിലുള്ള അടിപൊളി തംബ്നെയിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് തരും. നിങ്ങളുടെ ചാനലിന് വേണ്ടിയിട്ടുള്ള ഒരു കവർ ഇമേജ് നമ്മൾ സെലക്ട് ചെയ്ത് ഡിസൈൻ ചെയ്ത് തരുന്നതാണ് നിങ്ങൾക്ക് പറ്റിയ രൂപത്തിൽ. അതുപോലെ പ്രൊഫൈൽ പിക്ചർ നമ്മൾ ഡിസൈൻ ചെയ്ത് തരും. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ 4 വീഡിയോസിന് 1000 വ്യൂസ് ഞാൻ ഗ്യാരണ്ടി തരും. ഇങ്ങനത്തെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പാക്കേജാണ് വരുന്നത്. ഈ പാക്കേജിന് ആകെ വരുന്നത് 3999 രൂപ മാത്രമാണ്. ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ ഒരു പാക്കേജ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു വിഷയങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ തന്നെ റീപ്ലൈ ചെയ്യുന്നതാണ്. സർവീസ് ആവശ്യത്തിന് താഴെ കാണുന്ന വാട്സപ്പിലും കോൺടാക്ട് ചെയ്യുക. എനിവേ നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്